ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു ചെറിയ വ്ളോഗാണ്, ഒരു ഫാമിലി ഇഫ്താർ പാർട്ടി വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കുന്നു. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഇന്നിപ്പോൾ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇഫ്താർ പാർട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ. എല്ലാവരും അങ്ങനെ തന്നെ ഓരോരുത്തരും ഓരോ സ്നാക്കെല്ലാം ഉണ്ടാക്കി പാർക്കിലേക്ക് പോയിട്ട് ആടുന്ന് നോമ്പ് തുറക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാനിന്നൊരു പുതിയ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഇതിപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിന്, ബ്രസ്റ്റ് പീസില്ലേ, അത് ഏകദേശം 1 കിലോയിൽ കൂടുതലുണ്ടാവുക. ഞങ്ങൾക്ക് കുറേ സ്നാക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ കുറേ എടുത്തതാണ്. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ജിഞ്ചർ ഗാർലിക്, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ തൈരും, കട്ടത്തൈര് 2 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് കൊടുത്തിന്. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് വേറെ പൗഡേഴ്സൊന്നും ഞാൻ ഇട്ടിട്ടില്ലേ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കട്ടത്തൈര്, ഇത്രയും സാധനങ്ങളിട്ടിട്ട് അവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിന്. മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. പിന്നെ നോക്കുമ്പോൾ ഒരു കളറ് കുറവ് പോലെ, എന്താ പറയുക, നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നതിലാവുമ്പോൾ ഒന്നും കൂടി ഒന്ന് രസമാവാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് ഫുഡ് കളർ ഇടുന്നുണ്ട്. ഇത് ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് ഞാൻ യൂസ് ആക്കൽ. ഞാനിത് യൂസ് ആക്കുമ്പോൾ ചോദിക്കലുണ്ട് ബ്രാൻഡ് ഏതാണെന്ന്. ഇത് നല്ലതെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾക്ക് ഇത് മിക്സ് ആക്കുമ്പോൾ തന്നെ കൈമൽ തന്നെ കളർ അങ്ങനെ ആവും. അന്നേരം ഇത് ഫുഡ് കഴിച്ചാൽ നമുക്ക് എന്തെല്ലാം സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്നതൊന്നുമല്ല കളർ യൂസ് ആക്കണമെന്ന്. എനിക്ക് വേണമെങ്കിൽ യൂസ് ആക്കാം, എന്തെങ്കിലും സ്പെഷ്യലെല്ലാം ഉണ്ടാകുമ്പോൾ യൂസ് ആക്കാം. അങ്ങനെ ഇതിപ്പോൾ ഞാൻ കുറച്ചിട്ടിട്ടൊന്ന് മിക്സ് ആക്കിന്. പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ പ്രശ്നമെല്ലാം ഉണ്ടാവും, എപ്പോഴെങ്കിലും ആകുമ്പം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് സമയം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കാം, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഫ്രൈ ആക്കിയാലും പ്രശ്നമൊന്നുമില്ല. ഈ ചിക്കനില്ലേ മുക്കി പൊരിക്കാൻ നോക്കണേ. മുക്കി പൊരിച്ചാലാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലോർ ആഡ് ആക്കാം. പക്ഷേ കോൺഫ്ലോർ ഇട്ടാൽ എന്നാ പ്രശ്നം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇടേണ്ടി വരും. ഇങ്ങനെ കുറേയൊക്കെ ഇട്ട് പൊരിക്കുമ്പോൾ എന്താ പറയുക, എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചു പോകും. കോൺഫ്ലോർ ഇല്ലെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും. അതാണ് വ്യത്യാസം. വേണമെങ്കിൽ കോൺഫ്ലോറും കൂടി ഇടാം, കുറച്ചും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് മയണൈസ് ഉണ്ടാക്കണം. ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്, നല്ല സിമ്പിൾ ഉണ്ടാക്കാൻ. മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലിൻ്റെ ഉണ്ടാക്കുന്നത്. നമുക്ക് എത്രത്തോളം വെളുത്തുള്ളിൻ്റെ ഫ്ലേവർ വേണോ അത്രത്തോളം വെളുത്തുള്ളി ഇടുക. സെയിം അളവിൽ പാലും ഓയിലും, സൺഫ്ലവർ ഓയിലോ, ഞാൻ കോൺ ഓയിലാണ് എടുത്തത്. ഏതോയിലായാലും പ്രശ്നമുണ്ട്. സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ എടുക്കുക. പാലും ഓയിലും ഞാനൊന്ന് തണുപ്പിച്ചിനെ, എന്നാൽ പെട്ടെന്ന് നല്ല കട്ടിയായിട്ട് വരും. മയണൈസ് ഞാൻ ആദ്യം ആക്കിയാൽ പോരാന്ന് തോന്നിയിട്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി ആക്കുന്നുണ്ട്. കാര്യം ഇത് കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ടല്ലോ. പിന്നെ ഇതിലേക്ക് മയണൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം. ഇതുപോലെ സെയിം അളവിൽ പാലും ഓയിലും എടുത്തിട്ട് കട്ടിയായിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് കട്ടിയാക്കിയിട്ട് ഉണ്ടാക്കണേ. ഈ റെസിപ്പിക്ക് അങ്ങനെ വേണം, അല്ലെങ്കിൽ ഭയങ്കര ലൂസായിട്ട് ഫില്ലിംഗ് എല്ലാം പുറത്തേക്ക് വന്നു പോകും. അപ്പോൾ ചിക്കനും മയണൈസും റെഡിയായി. ഇനി വേണ്ട ഏതെങ്കിലും ഒരു ടൈപ്പ് വെജ് ചെയ്യുക. ഏറ്റവും നല്ല ഒന്നുകിൽ ലെറ്റൂസ്, ഇതിപ്പം ഐസ്ബർഗ് ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് എടുക്കുന്നത്. ലെറ്റൂസ് ലീഫില്ലേ, നമ്മൾ ലെറ്റൂസ് ലീഫ്, അല്ലെങ്കിൽ കസ്, ഇതൊന്നും ഇല്ലെങ്കിൽ ക്യാബേജ് എടുക്കുക. അപ്പോൾ അത് നമ്മൾ ഇഷ്ടം പോലെ ചെയ്യുക. ക്യാബേജ്, പിന്നെ ഉള്ളിയോ ക്യാരറ്റോ അതെല്ലാം വേണമെങ്കിൽ ഇടാം. നമ്മൾ ഷവർമയിലെല്ലാം ഇടുന്ന പോലെ
കക്കരിയില്ലേ അതും വേണമെങ്കിൽ ഇടാം. പക്ഷേങ്കിൽ ഇതൊന്നും ഇല്ലാണ്ട് ചിക്കൻ മാത്രം കൂടുതൽ ഇടുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എന്നിട്ടാ ഞാൻ ടോട്ടൽ എടുത്തിട്ടുണ്ട്. ഇത് 4ആയിട്ട് കട്ടാക്കണം, എന്നിട്ടാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ച പ്ലാന് ഇതിങ്ങനെ 4ആയിട്ട് കട്ടാക്കിയിട്ട് കോണായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ മൈദൻ്റെ പശ ഉണ്ടാക്കൂലേ, അങ്ങനെ പശ ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കാന്നതിന് വിചാരിച്ചിന്. പക്ഷേങ്കിൽ അത് നടന്നിട്ടില്ല. ഇത് കുറച്ച് കട്ടി, ഈ ടോട്ടലിൽ കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ, അന്നേരം പിന്നെ അങ്ങനെ മൈദ പശ ഒട്ടിക്കുമ്പോൾ നിൽക്കുന്നില്ല. അപ്പോൾ എനിക്ക് ടെൻഷനായി, പഠിച്ചോനെ ഇതിപ്പോൾ എന്താ ചെയ്യുക, നോമ്പ് തുറക്കേണ്ട സമയമായല്ലോ. അങ്ങനെ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് ഒരു 5 മണി ആയിനേനു ലാസ്റ്റ് സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്ക്. പിന്നെ ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ ഈ ടൂത്ത് പിക്കില്ലേ അത് എടുത്തിട്ട് ഒന്ന് കുത്തി വെക്കാമെന്ന്. ഞാൻ 1-2 പ്രാവശ്യം ട്രൈ ആക്കിന് കേട്ടോ, അത് നിൽക്കുമോ മൈദ നിൽക്കുമോ എന്ന്. എങ്ങനെയും നിന്നിട്ടില്ല. പിന്നെ ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ടൂത്ത് പിക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കാം. ഞാനിന്ന് ലേറ്റായിട്ടേനെ കിച്ചണിലേക്ക് ഇറങ്ങിയ, എന്താ പറയുക, കുറച്ച് എന്തെല്ലോ പണി ഉണ്ടായിട്ട് പിന്നെ 4 മണിക്കാണ് ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയത്. ഇങ്ങനെ ലേറ്റായിട്ട് ഇറങ്ങിയാലില്ലേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒന്ന് ശരിയായിട്ടില്ലെങ്കിൽ ആകെ ടെൻഷനാവും. സമയത്തിനാവലും ചെയ്യും, പക്ഷേ നമ്മളൊന്ന് കുറച്ച് ടെൻഷൻ എടുക്കേണ്ടി വരും. കുറച്ച് നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചാൽ പിന്നെ ടെൻഷൻ ഇല്ലാണ്ട് ഉണ്ടാക്കാം. 4 മണിക്ക് ഇറങ്ങിയിട്ട് പിന്നെ 6 മണിക്കൊക്കെ നമുക്ക് എല്ലാം റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. നമ്മളെല്ലാം ഡ്രസ്സെല്ലാം ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. 2 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം ചെയ്യേണ്ടതുകൊണ്ട് എനിക്ക് കുറച്ച് ടെൻഷനായിരുന്നു. ഇനി നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ബേക്ക് ചെയ്യലും ചൂടാക്കലും ഒന്നുമില്ല. പക്ഷേ അതിന് മുന്നേ ഈ ടോർട്ടില്ലാസ് ഇല്ലേ, ഞാൻ കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിൽ തന്നെ കുറച്ചൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഞാൻ അവനിൽ ചൂടാക്കി എടുക്കാട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് അവനില്ലെങ്കിൽ ഫ്രൈങ് പാനില്ലേ അതിലിട്ടിട്ട് ഒന്ന് റോൾ ചെയ്തിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഈ ടോർട്ടില്ലാസ് ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. പിന്നെ ആ ഒരു പച്ച മണം പോലത്തെ എന്തോ ഒരു സ്മെല്ലുണ്ടാവും ഈ ടോർട്ടില്ല റാപ്പിന്, അതങ്ങ് മാറിക്കിട്ടുകയും ചെയ്യും. സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു റോ ആയിട്ടുള്ള എന്തോ ഒരു സ്മെല്ലുണ്ട്, അത് മാറിക്കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഞാനൊരു 180 ചൂടാക്കിയിട്ട് 4 to 5 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. കുറേ സമയം വെച്ചാൽ ആ ടോർട്ടില്ല ഭയങ്കര ക്രിസ്പി ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല, അങ്ങ് പൊട്ടിപ്പോവേ. ഒരു 180 ഡിഗ്രിയിൽ 4-5 മിനിറ്റ് മാത്രമേ വെക്കാവൂ. അത് നോക്കിയിട്ടെങ്കിലും അവൻ്റെ ടെമ്പറേച്ചറിൽ നോക്കിയിട്ട് അങ്ങനെ വെക്കാവൂ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം കൂടി മിക്സാക്കാം. ഞാൻ പറഞ്ഞ പോലെ ചിക്കനും ഞാൻ ഐസ്ബർഗർ എടുത്തിന് ലെറ്റൂസ് അല്ലെങ്കിൽ കസ് ഏതെങ്കിലും അല്ലെങ്കിൽ ക്യാബേജ് ഏതെങ്കിലും എടുക്കുക. എന്നിട്ട് ഇത് 3ഉം കൂടി മിക്സാക്കുക. ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ഇത്രേ വേണ്ടൂ. പിന്നെ ഇതിലേക്ക് എന്തെങ്കിലും ഫ്ലേവേഴ്സ്, ഇറ്റാലിയൻ ഫ്ലേവേഴ്സ് എന്തെങ്കിലും വേണമെങ്കിൽ ഇടാം. ഞാൻ കുറച്ച് ഒറിഗാനോ ഇട്ടിന്, വീഡിയോയിൽ മിസ്സായതാണ്. മയണൈസിൻ്റെ മേലെ ഞാൻ കുറച്ച് ഒറിഗാനോ ഇട്ടിന് ഇട്ടാം. പിന്നെ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്തിന്. ഞാൻ ഏകദേശം ഒരു 30 പീസാണ് ഉണ്ടാക്കിന്. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമുക്കിത് നിറച്ചെടുക്കാം. ഇങ്ങനെ അവനിൽ ചൂടാക്കി എടുക്കുന്നതാണെങ്കിൽ വേഗം തന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ. ചിലപ്പോൾ ടോട്ടല ചൂടാറിക്കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിപ്പോവും. അപ്പോൾ ഇതിൽ ചൂടാക്കുമ്പോൾ പ്രത്യേകം ഞാൻ പറയാൻ കാര്യം പിന്നെ എല്ലാം വേസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെയും പറയുന്നത്. അവനിൽ വെച്ചിട്ട് കുറേ സമയം അങ്ങനെ ചൂടാക്കി എടുക്കറ്, ഭയങ്കര ക്രിസ്പി ആയിപ്പോവും. എங்களுக்கு അബദ്ധം പറ്റരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ പ്രാവശ്യം പറയുന്നിട്ടാ. ഇനി നല്ലോണം കുത്തി നിറച്ചെടുക്കുക. കാര്യം ചെറിയ കോണ, കുറച്ച് മാത്രമേ ഫില്ലിങ് കൊള്ളൂ. നല്ലോണം പ്രസ് ചെയ്ത് കുത്തി നിറച്ച് വെച്ച് കൊടുക്കുക. പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ കൊണ്ട് നല്ലോണം പിടിച്ചാൽ മതിയിട്ട്. അത് നമ്മൾ ഈർക്കിൽ കുത്തി വെച്ചല്ലേ, അത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഫില്ല് ചെയ്യാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫില്ല് ചെയ്ത് കഴിഞ്ഞ് വേഗം പരിപാടി കഴിഞ്ഞു കേട്ടോ. ടെൻഷൻ അടിച്ച പോലെ സമയമൊന്നും ലേറ്റായിട്ടില്ലേനു. ഇനിയിപ്പോൾ ഒരു ഫ്രൂട്ട്സും കട്ട് ചെയ്തെടുക്കണം. ഇതും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഓരോരുത്തരും ഓരോ വേറെ വെറൈറ്റി ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ. അപ്പുറത്ത് നിൽക്കുക, അത് പാക്ക് ചെയ്യുന്നുണ്ട്, റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ വേറെ പാത്രത്തിലേക്കൊന്നും ഇടുന്നില്ല, ഇങ്ങനെ തന്നെ റാപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകല. ഇനിയിപ്പോൾ കുട്ടികളെ 2 മാറ്റിച്ചു കൊടുത്ത് അങ്കും ഡ്രസ്സ് ചെയ്തിട്ടെല്ലാം വേണം പോകാൻ. അതിൻ്റെ ഉള്ളിൽ നിന്ന് പൈസ എടുക്കാം. അങ്ങനെ നമ്മൾ റെഡിയായി. പിന്നെ ഇതിൽ നമ്മളില്ലേ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സക്കാത്ത് എന്ന് പറയാൻ പറ്റില്ല, ഇത് ശരിക്കും പറഞ്ഞാൽ സക്കാത്തല്ല, കുട്ടികൾക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹദിയ എന്ന് പറയാം, അല്ലെങ്കിൽ ഈദ്. നമ്മൾ ലാസ്റ്റ് തൊട്ടാണ് കൊടുക്കില്ല കേട്ടോ. ഇത് ഈദിന് കൊടുത്താലും മതി, പക്ഷെങ്കിൽ അവർക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ അതെല്ലാം കവറിലാക്കി. പക്ഷെങ്കിൽ എടുക്കാൻ മറന്നു അതിന്. പിന്നെ ആട്ടാ കൊടുത്ത് നമ്മൾ പിന്നെ രാത്രി പിന്നെയും ഫുഡ് കഴിക്കാനെല്ലാം ഒരുമിച്ച് പോകുമ്പോൾ ആട്ടാ നമ്മൾ കൊടുത്ത്.
അങ്ങനെ ഇതാ എല്ലാവരും എത്തി. എല്ലാവരും കറക്റ്റ് സമയത്ത് ഒരേ സമയത്താട്ടോ എത്തിയ. നമ്മൾ 4 ഫാമിലീസും ഉണ്ട്, പിന്നെ കുറേ ബാച്ചിലേഴ്സും ഉണ്ട്. എല്ലാവരും നമ്മൾ ഫാമിലി തന്നെ. പിന്നെ നമ്മളില്ലേ ലേഡീസ് എല്ലാവരും ഒരേപോലത്തെ അബായ ഇട്ടിന്. നമ്മളിൽ ഒരമ്മായി ഉംറക്ക് പോയ സമയത്ത് എല്ലാവർക്കും ഒരേപോലത്തെ വാങ്ങിക്കൊണ്ടാന്നീനെ. എന്നിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ഇട്ടിട്ടതാ. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരുമിച്ചിട്ടിട്ടില്ലേനു. നമുക്ക് 2 കളറാണ് പക്ഷെങ്കിൽ സെയിമാ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുമിച്ചിട്ട് അബായ ഇടാന്നെല്ലാം പറഞ്ഞങ്ങനെ പ്ലാൻ ചെയ്തിട്ടതാ. നമ്മളില്ലേ ഒരു പ്രാവശ്യം ഇങ്ങനെ പാർക്കിൽ വന്നിട്ട് നോമ്പ് തുറക്കുമ്പോൾ നല്ല രസമല്ലേ. നമ്മൾ ഫാമിലി ആയിട്ട് ഇഫ്താറെല്ലാം 1-2 പ്രാവശ്യം കഴിഞ്ഞ് നമ്മൾ നോമ്പ് തുറ എല്ലാം കഴിഞ്ഞിട്ടാണ്. പക്ഷെങ്കിൽ ഇങ്ങനെ പാർക്കിൽ വന്നിട്ട് നോമ്പ് തുറക്കുമ്പോൾ ഒരു പ്രാവശ്യമല്ലേ വരൂ, പക്ഷെ നല്ലൊരു രസമല്ലേ ഇങ്ങനെ ഓപ്പൺ സ്പേസിൽ വന്നിട്ട് നോമ്പ് തുറക്കുമ്പോൾ. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒരു സ്റ്റിക്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് വെക്കുന്നതിനേക്കാളും നല്ല ഒരു പ്ലേറ്റിൽ ഒരു സ്റ്റിക്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഈത്തപ്പഴവും എല്ലാം കൂടി വെച്ചാൽ നല്ല രസം ഉണ്ടാവും, ഈസി ആയിരിക്കും, എല്ലാവർക്കും കറക്റ്റ് എടുക്കാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാം കൂടി ഓരോരോ സ്റ്റിക്കിലെല്ലാം വെച്ച് അങ്ങനെ അറേഞ്ച് ചെയ്യല. നമ്മളിവിടെ എത്തുമ്പോൾ 6:10 പിന്നെ അങ്ങോട്ട് 10-20 മിനിറ്റല്ലേ ഉള്ളൂ. എല്ലാവരും കൂടി അങ്ങനെ അറേഞ്ച് ചെയ്യലേനു. അങ്ങനെ മാഷാ അല്ലാഹ് ഇതാ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിന്. അപ്പോൾ ഇത്രയെല്ലാം തന്നെ ഉള്ളൂ. പിന്നെ ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നോമ്പ് തുറക്കാൻ. പിന്നെ ഇത് ലാസ്റ്റ് നോമ്പായി. പിന്നെ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റും കൂടി വന്നിനേനു. നിങ്ങളധികം വീഡിയോയിൽ കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ ഇത്രയെല്ലാം തന്നെ ഉള്ളൂ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. ഇതിപ്പം നോമ്പ് 28 നമ്മൾ പുറത്ത് പോയ. എന്താ പറയുക, റംസാനെല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ടല്ലേ പോയെ. എല്ലാവരും ഇങ്ങനെ തന്നെ പറയുന്നത് കേട്ടിന് ഇപ്രാവശ്യത്തെ റംസാൻ ഭയങ്കര സ്പീഡിൽ പോയിന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കുറേ വർഷം എല്ലാവർക്കും റംസാനും നോമ്പ് തുറക്കാനും എല്ലാം ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സിലായിട്ട് നമുക്ക് പുതിയ വ്ളോഗിൽ കാണാം. ബൈ.